ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രോ ബാഗിൽ ഇഞ്ചി എങ്ങനെ കൃഷി ചെയ്യാമെന്നതാണ് കേട്ടോ. സുഗന്ധവിളകളിൽ പ്രഥമ സ്ഥാനമാണ് ഇഞ്ചിക്കുള്ളത്. വീട്ടമ്മമാർ ഒരു കഷ്ണമെങ്കിലും ഇഞ്ചി ഉപയോഗിക്കാത്ത ദിവസങ്ങളുണ്ടാവില്ല. ഇനി ഇഞ്ചി കൃഷിയിലേക്ക് കടക്കാം. ഇന്ന് ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ഞാൻ അത് നടുന്ന രീതി, അതിൻ്റെ വളപ്രയോഗം, നിയന്ത്രണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇഞ്ചി നടാൻ വേണ്ടി നമുക്ക് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു ഗ്രോ ബാഗ്, നടീൽ മിശ്രിതം, കുറച്ച് കരിയില. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഗ്രോ ബാഗാണ്. പിന്നെ സിമൻറ്റ് ചാക്ക് വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന വീഡിയോ ഞാൻ ഇപ്പോൾ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കയറി കാണണം. ഇപ്പോൾ ഞാൻ ഗ്രോ ബാഗിലേക്ക് ആദ്യം കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മേൽമണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മണ്ണിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പച്ചില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഇഞ്ചി ഇത് മുളച്ച് വളരുമ്പോഴേക്കും ഈ ഇലയൊക്കെ ഒന്ന് പെട്ടെന്ന് കമ്പോസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഗ്രോ ബാഗ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നടുമ്പോൾ കുറച്ച് നല്ലതാണ് ഇഞ്ചിക്ക് വളരാനൊക്കെ. ഇനി ഞാനിത് പോട്ടിംഗ് മിക്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതായത് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കരിയില പൊടിച്ചത്, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ വളങ്ങളും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളപ്പൊടി ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാട്ടോ ഇഞ്ചിക്ക് ഉണ്ടെങ്കിൽ. പിന്നെ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത്ര വലിപ്പം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ കുമിളകളുണ്ടാവും കേട്ടോ, ഇങ്ങനെ മുള വരുന്ന സ്ഥലങ്ങൾ. അപ്പോൾ മുളച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാ ചെറുതായി മുള വന്നിട്ടുണ്ട്. അത് നടുന്ന സമയമാകുമ്പോൾ എന്തായാലും പഴയ ഇഞ്ചിയാണ് നടാനെടുക്കേണ്ടത്. അത് കുറച്ച് മുള വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതെടുത്ത് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ പോട്ടി മിക്സ് നമ്മൾ മേലെ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലെ ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി മുള ഇല്ലെങ്കിലും അത് നനയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ മുളച്ച് വന്നോളൂ കേട്ടോ. ചെറുതായിട്ട് നനവൊക്കെ തട്ടുമ്പോൾ ഇപ്പോൾ നടുന്നൊരു സമയമായതുകൊണ്ട്. പിന്നെ ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് കൂടെ ഇതേപോലെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഈ ഇഞ്ചി കഷ്ണം നമ്മൾ കടയിൽ നിന്ന് കറി വെക്കാൻ വാങ്ങുന്ന ഇഞ്ചിൻ്റെ കഷ്ണം തന്നെയാണ്. ഇതിനായിട്ടൊരു പ്രത്യേകിച്ച് വിത്ത് വാങ്ങാനോ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇഞ്ചി ഇട്ട് വെച്ച കൊട്ടയിൽ അത് മുളക്കുന്ന സമയമാകുമ്പോൾ പഴയ ഇഞ്ചിയാണെങ്കിൽ മുളച്ച് വരും. ഇല്ലെങ്കിൽ കടയിൽ നിന്ന് ഒരു കുറച്ച് വാങ്ങിയാലും മതി, നമുക്ക് വീട്ടാവശ്യത്തിനാണല്ലോ. അത് കുറേ വലുതായിട്ടൊന്നും വേണമെന്നില്ല. ഇതുപോലെ മുള വരുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിയാൽ മതി. ഇപ്പം ഞാൻ അതിൻ്റെ മേലെ കുറച്ചും കൂടെ പൊതയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കരിയില ഇടുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കരിയില പൊടിഞ്ഞ് വളമായി പിന്നെ മണ്ണിന് നല്ല ഇളക്കം ഉണ്ടാവുകയും ഇഞ്ചിയുടെ വേരിറങ്ങുകയും നല്ല വിളവ് കിട്ടുകയും ചെയ്യും കേട്ടോ.
പിന്നെ ഇഞ്ചിക്കുണ്ടാവുന്ന 2 രോഗങ്ങൾ വേര് ചീയലും ഇല ചുരുട്ടി പുഴുവാണ് കേട്ടോ. അത് ഈ ഇല ചുരുട്ടിപ്പുഴു അത് നമ്മൾ പറിച്ച് കളഞ്ഞാൽ മതി നോക്കിയിട്ട്. ഇല്ലെങ്കിൽ വേരിന് ചീയാതിരിക്കാൻ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കിയാൽ മതി. ഗ്രോ ബാഗിൻ്റെ അടിയിൽ ഓട്ടയിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനാണെങ്കിൽ നമുക്കിത് ഒരു 6 മാസം ആകുമ്പോഴൊക്കെ വിളവെടുപ്പ് നടത്താം കേട്ടോ. വിത്തിനൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു 8 മാസം വരെ വെക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഓരോരോ പീസായിട്ട് ഇതിങ്ങനെ പറിച്ചെടുത്താൽ മതിയല്ലോ, മുഴുവനായും പറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് കുറച്ച് ദിവസം ആകുമ്പോൾ 1-2 മാസമൊക്കെ ആകുമ്പോൾ പച്ചക്കറീൻ്റെ സ്ലറിയോ ഇല്ലെങ്കിൽ ചാണകം കലക്കി ഒഴിക്കുക, ഇറച്ചി കഴുകിയ വെള്ളം, മീൻ കഴുകിയ വെള്ളം, അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഒഴിച്ച് കൊടുത്താൽ തന്നെ മതി കേട്ടോ. ഇത് നന്നായി വളരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.